എൻ്റെ വീഡിയോയിലെ മൂന്നാമത്തെ വീഡിയോയ്ക്ക് അടങ്കമ്മളെ അങ്ങനെയല്ല, എൻ്റെ യൂട്യൂബിലെ മൂന്നാമത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ എണീച്ച് വർക്കൗട്ട് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. രാവിലെ തന്നെ കുറച്ച് റൗണ്ട് ഇവിടെ ഓടി, അധികമൊന്നും ഓടിയില്ല, ഒരു 5 റൗണ്ടേ ഓടുകയുള്ളൂ. കാരണം ഓടുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ 2 ദിവസം വർക്കൗട്ട് ചെയ്തതിൻ്റെ നല്ല വേദനയുണ്ട്, ശരീരം മൊത്തം ഭയങ്കര വേദന, കാലാണ് ഏറ്റവും കൂടുതൽ വേദന. എന്നാലും അതൊന്നും വകവെക്കാതെ ഞാൻ കുറച്ച് ഓടി. പിന്നെ കുറച്ച് എക്സസൈസും വർക്കൗട്ടൊക്കെ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഞാൻ ചെറുതായിട്ടൊരു കിക്ക് ബോക്സിങ്ങും കൂടെ പഠിക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഗൈസ്. അപ്പം അതിന് വേണ്ടിയിട്ടും ഞാൻ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ബോക്സിങ് ഞാനങ്ങനെ വലുതായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഞാനൊരു കുറച്ച് കാലം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അപ്പോൾ അവൻ കോച്ചാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് പോയി കുറച്ച് പഠിച്ചായിരുന്നു. പിന്നെ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ നോക്കിയാണ് ഞാൻ ബോക്സിങ്ങൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫേസ് കാണിച്ച് ഡയറക്റ്റായിട്ട് ഈ വീഡിയോസിലൊന്ന് സംസാരിക്കാൻ നല്ലൊരു എന്തോ വേണം. നമുക്കതില്ലാത്തതുകൊണ്ടാണ് ആദ്യം വീഡിയോ എടുത്തിട്ട് പിന്നെ ഞാനിങ്ങനെ വോയിസ് കൊടുക്കുന്നത്. കാരണം വീഡിയോൻ്റെ കൂടെ തന്നെ സംസാരിക്കുമ്പോൾ എനിക്ക് ഇത്ര പോലും സംസാരിക്കാൻ പറ്റുന്നില്ല. കുറേയൊക്കെ ഞാൻ ചിന്തിക്കും, ഈ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇത്ര അടിപൊളിയായിട്ട് സംസാരിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഞാൻ കുറേ നോക്കി, എന്നെക്കൊണ്ട് നോക്കിയിട്ട് പറ്റുന്നില്ല. ഇത് തന്നെ ഞാൻ കുറേ കാലം ആലോചിച്ചിരുന്ന് പിന്നെയാണ് ഇങ്ങനെ ഒരു തുടക്കം ഇടാന്നുള്ളൊരു ചിന്തയിലോട്ട് വന്നത്. ഇന്നിങ്ങനെ തുടങ്ങിയാലും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ നോർമലി വീഡിയോസൊക്കെ ഇങ്ങനെ ഓൺ വോയിസ് ആയിട്ട് ഡയറക്റ്റ് എങ്ങനെ പറയുന്നത്, വീഡിയോയുടെ കൂടെ തന്നെ സംസാരിച്ച് അങ്ങനെ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യും. പക്ഷെ ഇപ്പോൾ കുറച്ച് കുറച്ച് ഇൻസെക്യൂരിറ്റീസാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. പിന്നെ ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ അതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അതുകൊണ്ടാണ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. യൂട്യൂബിലാകുമ്പോൾ അധികാരം കാണത്തില്ലല്ലോ. ഇൻസ്റ്റയിലും അങ്ങനെ അധികാരം കാണത്തില്ല. പക്ഷെ എന്നാലും യൂട്യൂബിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ എന്നെ അറിയാവുന്നവർ ഇൻസ്റ്റയിലുണ്ട്. അപ്പോൾ അവർ കാണുമല്ലോ. അതുകൊണ്ടുള്ളൊരു ഇൻസെക്യൂരിറ്റി കാരണമാണ് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ യൂട്യൂബിലിടുന്നത്. ഈ ചെയ്യുന്നതാണ് ലെഗ് റൈസസ്. ഇത് നോർമലി നമ്മുടെ കാല് എത്രത്തോളം ഹൈറ്റ് പൊക്കാൻ പറ്റുമോ അത്രത്തോളം പൊക്കി പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അങ്ങനെ നേരെ മുകളിലോട്ടും പിന്നെ സൈഡിലോട്ടും പിന്നെ പുറകിലോട്ടും ഒക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് പൊക്കിയാൽ മതി ഗൈസ്. അധികം പൊക്കണ്ട, കാരണം നമ്മളിപ്പം തുടങ്ങി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഓവർ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും ചിലപ്പോൾ പിന്നീട്. ഒന്നാമത് കാലിപ്പം വേദനയായി, നന്നായിട്ട് നല്ല പിടുത്തമുണ്ട്. പക്ഷെ എന്നാലും കുറച്ചൊക്കെ ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ 3-ാമത്തെ ദിവസം ആയിട്ടുള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ ബെറ്ററായിട്ട് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം വലിയ ഐഡിയ ഒന്നും എനിക്കിതിനെക്കുറിച്ചില്ല. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഓരോ കാര്യങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആയി വരുമല്ലോ ഓരോ ദിവസവും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഇനി നമുക്ക് ബോക്സിങ്ങിലോട്ട് കിടക്കാം ഗൈസ്. ബോക്സിങ്ങിനെ കുറിച്ച് എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല, എന്നാലും എനിക്ക് കുറച്ചൊക്കെ അറിയാം. അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ വെച്ചാണ് ഞാൻ ഈ ട്രെയിനിങ് എടുക്കുന്നത്. ബോക്സിങ്ങിൽ വലിയ ഫുട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് എനിക്ക് റെഡിയാക്കി എടുക്കണം. ഇന്ന് ഞാൻ പഞ്ചസ് മാത്രമേ നോക്കുന്നുള്ളൂ. ജസ്റ്റ് ബോക്സിങ്ങിലെ കുറച്ച് പഞ്ചസ് ഉണ്ട്, അപ്പോൾ അത് മാത്രം ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ഗൈസ്. കുറച്ച് കുറച്ച് കാലങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ബോക്സിങ് പഠിക്കണമെന്നുള്ള. അപ്പം ഇതിന് മുന്നേ ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല, പറയാൻ മാത്രമൊന്നും പഠിച്ചിട്ടില്ല. എന്നാലും പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ വീണ്ടും പൊടി തട്ടി എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്. പോകെ ഞാൻ വർക്കൗട്ടിനേക്കാൾ കൂടുതൽ കോൺസെൻട്രേഷൻ ബോക്സിങ്ങിലോട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. കാരണം ബോക്സിങ്ങും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ നല്ലപോലെ വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ബോക്സിങ്ങിലോട്ട് കിടക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോക്സിങ് പഞ്ചസൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കൈയും കാലും ഹിപ്പും എല്ലാം നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നന്നായി സെറ്റാക്കി വെക്കണം ഗൈസ്. ഇല്ലെങ്കിൽ ഇഞ്ചുറിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ല ഷോൾഡർ പെയിനൊക്കെ വരും നമ്മൾ പ്രോപ്പറായിട്ട് വാമപ്പ് ഒന്നും ചെയ്യാതെ ബോക്സിങ് ഡ്രിൽസൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് നന്നായിട്ട് വാമപ്പൊക്കെ ചെയ്തിട്ടാണ് ബോക്സിങ്ങിലെ പഞ്ചസൊക്കെ ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് സ്ലിപ്പും അപ്പർ കട്ടുമാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അത്ര പ്രോപ്പറായിട്ടില്ലാന്ന് എനിക്കറിയാം, പക്ഷെ ഞാനത് പ്രോപ്പറാക്കാൻ വേണ്ടി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരും ഞാൻ ചെയ്യുന്നത് റോങ് ആണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കറക്റ്റായ രീതി എന്താണെന്ന് പറഞ്ഞോ കമൻറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബാക്കി നാളെ. ബൈ ബൈ.